നമസ്കാരം ഡോക്ടർ സ്റ്റുഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ അൺറിയൽ എഞ്ചിനിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം ഗ്രീൻ സ്ക്രീൻ ഒന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ ഉപയോഗിക്കുന്ന ഡാവിഞ്ചി റിസോൾവ് ആണ്. നമ്മൾ ഡാവിഞ്ചി റിസോൾവിൻ്റെ ട്യൂട്ടോറിയൽസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇത് തന്നെ നമുക്ക് അഡോബ് ആഫ്റ്റർ എഫക്റ്റിലും ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് തന്നെ ഗ്രീൻ സ്ക്രീൻ ഒന്ന് റിമൂവ് ചെയ്യുകയാണ്. ക്ലിപ്പിനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ഫ്യൂഷൻ്റെ പേജിലേക്കാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഡാവിഞ്ചി റിസോൾവിൻ്റെ ഫ്യൂഷൻ്റെ പേജിലേക്ക് ജസ്റ്റ് ആഡ് ചെയ്തു. ടൈം ലൈനെ അതിലേക്ക് ചേഞ്ച് ചെയ്തു കേട്ടോ. ഓക്കെ, ഇനി എനിക്ക് എന്താ വേണ്ടേ? ഒരു ഗ്രീൻ സ്ക്രീൻ റിമൂവൽ ടൂൾ യൂസ് ചെയ്യണം അല്ലേ. അത് ഞാൻ ഡെൽറ്റ കെയർ ആണ് യൂസ് ചെയ്യുന്നത്. ഷിഫ്റ്റ് സ്പേസ് ആണ് മാക്കിൽ, കൺട്രോൾ സ്പേസ് വിൻഡോസിൽ. അപ്പോൾ ഈ ഒരു മെനു അപ്പിയർ ആകും. ഇതിൽ നമ്മൾ ഡെൽറ്റ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ കെയർ ആഡ് ചെയ്യാൻ പറ്റും. ഡെൽറ്റ കെയറിൻ്റെ അകത്ത് ഇവിടെ ഇൻസ്പെക്ടറിൻ്റെ അകത്ത് ഗ്രീൻ സ്ക്രീന് ജസ്റ്റ് വലിച്ചു കഴിഞ്ഞാൽ റിമൂവ് ആയി. കണ്ടോ? നിങ്ങൾക്ക് എത്രത്തോളം വേണം എന്നുള്ളത് നോക്കിയിട്ട് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഇനി ഇവിടെ തന്നെ നമുക്ക് മാസ്ക് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്യാം. ഇനി ഇങ്ങനെ അല്ല, ടൈം ലൈനിലിട്ട് കട്ട് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എഡിറ്റിൻ്റെ അകത്ത് വരിക. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഇൻസ്പെക്ടറിൻ്റെ അകത്ത് തന്നെ ഇത് ക്ലിക്ക് ചെയ്തതിൻ്റെ ഇൻസ്പെക്ടറിൻ്റെ അകത്ത് തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രോപ്പിംഗ് ഉള്ള ഓപ്ഷൻ കാണാം. മറ്റേ ക്രോപ്പിങ്ങിൻ്റെ അകത്ത് ക്രോപ്പ് കുറച്ച് ലെഫ്റ്റ് ക്രോപ്പ് ഇത്രയും ചെയ്യുക അല്ലേ. ടോപ്പ് ക്രോപ്പ് ചെയ്യുക, അതുപോലെ ബോട്ടം ക്രോപ്പ് ചെയ്യുക, പിന്നെ റൈറ്റ് ക്രോപ്പ് ചെയ്യുക. ഓക്കെ, ഇത്രയും ക്രോപ്പ് ചെയ്തു. ഇപ്പോൾ ഇനി വീഡിയോ ഒന്ന് പ്ലേ ചെയ്തിട്ട് എവിടെ നിന്നാണോ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് സ്ക്രീനിൻ്റെ ഉള്ളിൽ വരുന്നത്, അതൊന്ന് സെലക്ട് ചെയ്തു. ഓക്കെ, ബാക്കോട്ടേക്ക് അറേഞ്ച് ചെയ്ത് വെക്കുക. എവിടം വരെ വേണം എന്നുള്ളത് നോക്കുക. അപ്പോൾ നമുക്ക് സ്ക്രീൻ ഇവിടെ തീരുന്നില്ല എന്നുണ്ടെങ്കിൽ സീന് മുന്നോട്ടേക്ക് വലിച്ചിട്ട് കഴിഞ്ഞാൽ ആവശ്യത്തിന് കിട്ടും കേട്ടോ. ഇത്രയും എടുത്തു, ഇവിടെ വെച്ച് കട്ട് ചെയ്തു. അപ്പോൾ ഓക്കെ, ഇപ്പോൾ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ലാത്തൊരു സീനായി. ഓക്കെ, നമുക്കിത് ക്ലിക്ക് ചെയ്ത ശേഷം ഇനി സൂം ചെയ്യണമെങ്കിൽ കുറച്ച് സൂം ചെയ്തിട്ട് ഈ സീനിന് പാകത്തിലാക്കി വെക്കാം അല്ലേ. ഇത്രയും നിന്നോട്ടെ. അതുപോലെ ഈ കുത്തുകളൊക്കെ പോകണമെങ്കിൽ നല്ല ലൈറ്റിലൊക്കെ ഇട്ട് നല്ല വൃത്തിയിൽ ഷൂട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ ഗ്രീൻ സ്ക്രീൻ റിമൂവലിന് കുറച്ചുകൂടെ ഒന്ന് ഭംഗിയിൽ ചെയ്യാൻ നോക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തോളൂ. നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോസ് ഉണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എങ്ങനെ ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഡെലിവർ എന്നുള്ള ഈ ഒരു പേജിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എക്സ്പോർട്ടിൽ എന്തെങ്കിലും പേര് കൊടുക്കുക. അപ്പൂസിൻ്റെ വീഡിയോ ആണ്, നിങ്ങൾക്ക് അപ്പൂസിനെ അറിയാമല്ലേ. അപ്പൂസ് എന്നുള്ള പേര് കൊടുത്തു. ഇനി എക്സ്പോർട്ട് വീഡിയോസിൻ്റെ അകത്ത് എന്ത് ചെയ്യുക? ക്വിക്ക് ടൈം മാറ്റിയിട്ട് ഇവിടെ നമുക്ക് ഒരുപാട് മോഡുകളുണ്ട്. അതിൽ EXR എന്ന് പറഞ്ഞ മോഡലൊക്കെ ഉണ്ട്. അത് കുറച്ചുകൂടെ ക്ലിയർ കുറയുമെന്ന് എനിക്ക് തോന്നുന്നത്. PNG ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്, പക്ഷേ സൈസ് കുറച്ചുകൂടെ കൂടും. EXRനേക്കാളും സൈസ് കൂടും. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുക. അതുപോലെ എക്സ്പോർട്ട് റെസൊല്യൂഷൻ നമുക്കിവിടെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. എക്സ്പോർട്ട് ആൽഫ എന്നുള്ളത് മസ്റ്റായിട്ടും ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കറുത്ത കളറിൽ കാണും. അണ്ടർ ക്യൂ കൊടുക്കുക. എവിടേക്കാണ് സേവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഫോൾഡറിലേക്ക് പുറത്ത് വെക്കണേ. നമുക്ക് ആഡ് ചെയ്യേണ്ടതാണ് കുറച്ച് കഴിയുമ്പോൾ. ഞാൻ ഈ 3D വർക്കിൽ അൺറിയൽ എഞ്ചിൻ്റെ അകത്ത് ഇവിടെ ഒരു ന്യൂ ഫോൾഡർ അപ്പൂസ് ക്രിയേറ്റ് ചെയ്തു. അവിടേക്ക് ഓപ്പൺ കൊടുത്തു, റെൻഡർ കൊടുക്കുക. അപ്പോൾ ആ സീക്വൻസിനെ മൊത്തം ഫോട്ടോസായിട്ട് PNG ഫോട്ടോസായിട്ട് ഇപ്പോൾ ഔട്ട് വന്നിട്ടുണ്ടാവും. ഇനി ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, റിവീൽ ഇൻ ഫൈൻഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഫോട്ടോസ്. ഇങ്ങനെയാണ്. അപ്പോൾ ലേശം ഒരു കളർ വ്യത്യാസമൊക്കെ ഉണ്ടല്ലേ. ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്തെടുത്ത് വന്നാണ്. ഞാൻ അത്രയും പ്രൊഫഷണലായിട്ട് നോക്കിയില്ല, ജസ്റ്റ് ട്യൂട്ടോറിയലല്ലേ. അപ്പോൾ നമുക്ക് അതിലിരുന്ന് കളിച്ച് കഴിഞ്ഞാൽ കുറേ സമയം പോകുന്നുണ്ട്. ജസ്റ്റ് എനിക്ക് മനസ്സിലായാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ അൺറിയൽ എഞ്ചിൻ ഓപ്പൺ ചെയ്യുകയാണ്. അൺറിയൽ എഞ്ചിൻ ഓപ്പൺ ചെയ്ത് സാധാരണ നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഇപ്പോൾ കുറേ ട്യൂട്ടോറിയൽ ഇതിൻ്റെ അകത്ത് തന്നെയാണല്ലേ ചെയ്യുന്നത്. ഞാൻ മാറ്റി പിടിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഒന്നാമത് പുതിയ ഒരെണ്ണം ചെയ്യാനുള്ള ടൈം കിട്ടാറുണ്ട്. ഓരോരോ പണിയൊന്നുമില്ല. ഇപ്പോൾ അഞ്ചലില്ലേ, നായ്ക്കൊരു പണിയില്ല, നായ്ക്കൊരു സമയമില്ല എന്നതാണ് എൻ്റെ അവസ്ഥ. ഓക്കെ, ഇനി ഇവിടേക്ക് നമുക്ക് ഈ ഫുട്ടേജിന് ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ കണ്ടന്റ് ബ്രൗസർ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ്, ഞാൻ പപ്പൂസ് എന്നുള്ളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മീഡിയ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ മീഡിയൻ്റെ അകത്ത് ഇമേജ് മീഡിയ സോഴ്സ് എന്നുള്ള ഇതൊന്ന് ആഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു പേര് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഞാൻ അപ്പൂസ് എന്നുള്ള പേര് വേണമെങ്കിൽ കൊടുക്കാം. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലൊരു വിൻഡോ അപ്പിയർ ആവും അല്ലേ. ഇതിൽ നമുക്ക് ഫൂട്ടേജിൻ്റെ സീക്വൻസ് പാത്ത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെവിടേക്ക് ആഡ് ചെയ്തതെന്നുള്ള ഫോൾഡർ ഓർത്ത് വെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൺറിയൽ എഞ്ചിന് അവിടെ അപ്പൂസ് എന്നുള്ളൊരു ഫോൾഡർ ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ആദ്യത്തെ ക്ലിപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മൊത്തം ആ സീക്വൻസ് മൊത്തം ഇതിലേക്ക് ആഡ് ആയിക്കോളൂ. വേറെ ഒന്നും കാര്യമായിട്ട് ചെയ്യാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഫ്രെയിം റേറ്റ് ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇവിടെ 30 ഫ്രെയിം ആണെങ്കിൽ നമ്മൾ ഔട്ടെടുത്ത് 30 ഫ്രെയിമിലായി. അപ്പോൾ 30 ഫ്രെയിം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നുള്ളൂ. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ സേവ് കാണാൻ പറ്റും. സേവ് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കണ്ടന്റ് ബ്രൗസർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോലെ വീഡിയോ പോലെ കാണാൻ പറ്റും. ഈ വീഡിയോ നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക. നമുക്ക് എവിടെയാണോ ആഡ് ചെയ്യേണ്ടത് അവിടേക്ക് വെക്കുക. ഇപ്പോൾ വളരെ ചെറുതല്ലേ, ഇതൊന്ന് വലുതാക്കണമെങ്കിൽ എന്ത് ചെയ്യുക? ഈ ഒരു ഏരിയയിൽ 1 എന്ന് കണ്ടോ, അവിടെ നമുക്ക് വേണ്ടൊരു സൈസിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഞാനൊരു 10 അല്ലെങ്കിൽ ഒരു 6 എന്നുള്ള സൈസിൽ കൊണ്ടുവരികയാണ്. നോക്കണം, നമുക്ക് ആദ്യം ഒന്ന് പ്ലേ ചെയ്തൊക്കെ നോക്കണം. കറക്റ്റ് ആവത്തി വരുന്നുണ്ടോ, കറക്റ്റായ പ്ലേസിലാണോ നമ്മൾ പ്ലേസ് ചെയ്യുന്നതൊക്കെ ഒന്ന് ഇവിടെ പ്ലേ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് നടന്നു പോകുന്നത്. ഇത് ഫുള്ളായിട്ട് കാണണമെങ്കിൽ ഫുൾ സ്ക്രീൻ ആക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഇതിലൂടെ കുട്ടി നടന്നു പോകുന്നത് കുറച്ച് മുകളിലൂടെയാണ് അല്ലേ. അപ്പോൾ ഇത്തിരി താഴേക്ക് ഇറക്കി വെക്കണം.
അതുപോലെ കളർ ഗ്രേഡിങ്ങിലൊക്കെ ചെറിയ മാറ്റങ്ങളുണ്ടായി, അതൊക്കെ നിങ്ങൾക്ക് പ്രൊഫഷണലി അറിയാമെന്ന് വിചാരിക്കുന്നു. കളർ ഗ്രേഡിംഗ് കറക്റ്റ് ചെയ്ത ശേഷം വേണം നമ്മുടെ സീനിലേക്ക് കൊണ്ടുവരാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് ഇനി കളർ ഗ്രേഡിങ് ചെയ്യുന്നതാണ് നല്ലത്. നേരത്തെ ഔട്ട് എടുക്കുന്നതിന് മുന്നേ കളർ ഗ്രേഡിങ് ചെയ്ത് വൃത്തിയിൽ കൊണ്ടുവരുന്നതാണ്. ഓക്കെ, നമ്മളിതിൻ്റെ ഒരു ബേസ് മാത്രമേ പറയുന്നുള്ളൂ, ബാക്കി നിങ്ങൾ നോക്കിയിട്ട് അതിന് പാകത്തിൽ ചെയ്യാം കേട്ടോ. കുറച്ചുകൂടെ മുന്നോട്ടേക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് എടുത്ത് വെക്കാം. മുന്നോട്ടേക്ക് എടുത്ത് വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, കാല് മണ്ണിൻ്റെ പുറത്തായി പോകുന്നുണ്ടോ, അതുപോലെ കാല് മണ്ണിൻ്റെ അടിയിലായി പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ. ഇപ്പോൾ ഏതെങ്കിലും ആംഗിളിലൊക്കെ വെച്ചിട്ട് നോക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ആംഗിൾ തന്നെയാണ് കറക്റ്റായിട്ട്. അതുപോലെ കണ്ടോ, കുട്ടിയുടെ കാലൊക്കെ ഇത്തിരി മങ്ങിപ്പോയി. ഞാൻ പറഞ്ഞാലും അവിടെ നിന്ന് ഔട്ട് എടുത്ത സമയത്ത് ഞാൻ അത്ര വൃത്തിയല്ലാതെ എടുത്തുകൊണ്ടാണ് അങ്ങനെ വന്ന് ആ ഗ്രീൻ സ്ക്രീനൊക്കെ കറക്റ്റ് നോക്കിയിട്ട് നല്ല വൃത്തിയിൽ ക്യാമറയിട്ട് ഷൂട്ട് ചെയ്തൊക്കെ എടുക്കണേ. അപ്പോൾ ഞാനതിനെ പറ്റി കൂടുതലൊന്നും പറയണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ വീഡിയോ ഔട്ട് എടുക്കണം അല്ലേ. വീഡിയോ ഔട്ട് എടുക്കാൻ എന്താ ചെയ്യുക, ആദ്യം തന്നെ ഇവിടെ വന്നിട്ട് ഒരു ക്യാമറ ആഡ് ചെയ്യണം അല്ലേ. ഇവിടെ സിനിമാറ്റിക് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ്റെ അകത്ത് സിനി ക്യാമറ ആക്ടറിനെ ആഡ് ചെയ്യുക. F2 അടിക്കുക, അതിനെ റീനെയിം ചെയ്യുക. എന്താ റീനെയിം ചെയ്യുന്നത്, അപ്പൂസ് ക്യാമറ എന്ന് ആഡ് ചെയ്യുക. അപ്പൂസ് ക്യാം എന്ന് ആഡ് ചെയ്യാണ്. അപ്പൂസ് ക്യാം എന്ന് ആഡ് ചെയ്തു. ഇപ്പം നമുക്ക് വേറെ എവിടെയാണ് ഫോക്കസ് ആയി കിടക്കുന്നത് അല്ലേ. അപ്പോൾ അവിടുന്ന് മാറ്റിയിട്ട് ഈ ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ എന്ത് ചെയ്യണം, ഈ അപ്പൂസ് ക്യാമിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമുക്ക് സ്നാപ്പ് ഒബ്ജക്റ്റ് വ്യൂ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. സ്നാപ്പ് ഒബ്ജക്റ്റ് വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ഇത് തന്നെ കാണാൻ പറ്റും. ഓക്കെ അല്ലേ. ഇപ്പം ഈ ക്യാമറ എങ്ങനെയാണോ നിൽക്കുന്നത് ഇതേപോലെയാണ് റെക്കോർഡിംഗ് വീഡിയോ ഔട്ട് വരിക. അപ്പോൾ അതിന് വേണ്ടി ഞാനിനി ഒരു വീഡിയോ സീക്വൻസ് ഇവിടെ ആഡ് ചെയ്യണേ. ആഡ് ലെവൽ സീക്വൻസ് ഉള്ള ഈ ഒരു സംഭവം ഇവിടെ ആഡ് ചെയ്യുക. ഈ ക്യാമറ ഐക്കണിൽ ഓക്കെ അതിനൊരു പേര് കൊടുക്കുക. വീണ്ടും അപ്പൂസ് 1 എന്തെങ്കിലും, അവിടെ സ്പേസ് ഇടാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അണ്ടർസ്കോർ ഇടുക, 1 കൊടുക്കുക. ബേസിക് ഒക്കെ അറിയാമല്ലോ, അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പെർസ്പെക്റ്റീവിൽ വരിക, അപ്പൂസ് ക്യാം ഓൺ ചെയ്യുക. അപ്പോൾ അപ്പൂസ് ക്യാമിൽ എന്താണോ കാണുന്നത് അതാണ് ഇവിടെ കാണാൻ പറ്റുക അല്ലേ. ഇനി എന്ത് ചെയ്യുക, ഈ അപ്പൂസ് ക്യാമിനെ ഇവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടേക്ക് ഇടരുത്, ഇവിടേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് സീനിലേക്ക് ആഡ് ആയിട്ട് കാണാൻ പറ്റും. ഇനി എന്ത് ചെയ്യുക, നമുക്ക് ക്യാമറയിൽ മൂവ്മെൻ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ ഇവിടെ നമുക്ക് കീ ഫ്രെയിം ഒക്കെ ആഡ് ചെയ്യുക. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, ആ ഡിസ്ക്രിപ്ഷനിലേക്ക് അത് നോക്കിയിട്ടൊന്ന് പഠിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ കൂടുതലൊന്നും പറയില്ല, ജസ്റ്റ് ഞാനൊന്ന് ആ വീഡിയോ സ്റ്റേഷനറി ആയിട്ട് വെച്ചിട്ട് ക്യാമറ അങ്ങനെ സ്റ്റേബിളായിട്ട് വെച്ചിട്ട് ഔട്ട് എടുക്കാൻ പോവുകയാണ്. നേരെ ഇവിടെ ഒരു ഓപ്ഷൻ കണ്ടോ, നിങ്ങൾക്ക് വീഡിയോ ഔട്ടാണ് കിട്ടണമെങ്കിൽ ജസ്റ്റ് ഇവിടുന്ന് ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് മൂവി സീൻ ക്യാപ്ചർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ലെഗസി മോഡിലേക്ക് മാറ്റുക. ഓക്കെ, അല്ലാത്ത പക്ഷമാണെങ്കിൽ നല്ല റെൻഡറിങ് ഔട്ട് എങ്ങനെ എടുക്കുന്നത് എന്നുള്ള അങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇവിടെ നമുക്ക് വീഡിയോ ഔട്ട് ചെയ്ത് ഫോർമാറ്റാണ്, എത്ര ഫ്രെയിമാണ്, എത്ര റെസൊല്യൂഷൻ വേണം, പിന്നെ എവിടേക്ക് ഔട്ട് എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡെസ്ക്ടോപ്പ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് വേണ്ട പോലെ മാറ്റിയിട്ട് ചെയ്യണമെങ്കിൽ മാറ്റി ചെയ്യാം. അവിടെ MOV ഉള്ള ഒരു ഫോർമാറ്റിലാണ് ഔട്ട് വരിക കേട്ടോ. ക്യാപ്ചർ മൂവി കൊടുക്കുകയാണ്, സേവ് കൊടുത്തു. അപ്പോൾ എങ്ങനെയാണോ നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതേപോലെ ഒരു ഔട്ട് നമുക്ക് കിട്ടും. ഇതൊക്കെ ഒരു ബേസാണ് ഇപ്പോൾ പറഞ്ഞത്. ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് പറയണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ കണ്ടിട്ട് ഇതേപോലെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു ഐഡിയ കിട്ടിയല്ലോ എങ്ങനെ വീഡിയോ ആഡ് ചെയ്യേണ്ടത്. ബാക്കി മുഴുവൻ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലാണ്. കളർ ഗ്രേഡിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ സീൻ എങ്ങനെയാണ് വരുന്നത് ഏകദേശം അതേ മോഡിലേക്ക് വീഡിയോ എഡിറ്ററിൽ ഇട്ടിട്ട് കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്ത ശേഷം ഇവിടേക്ക് ആഡ് ചെയ്യണം കേട്ടോ. ഫുട്ടേജുകളൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടാവും. എന്നിട്ട് ഔട്ട് എടുത്ത ശേഷം വീണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ഗ്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ അണ്ടർ റേഞ്ചിൽ വെച്ച് കളർ ഗ്രേഡ് ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു കോളത്തിൻ്റെ അകത്ത് വീഡിയോ റെൻഡറിങ് ഔട്ട് വരുന്നത്. ഓക്കെ അല്ലേ. ഇത് ഡെസ്ക്ടോപ്പിലേക്ക് ആഡ് ആവും, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മൂവി റെൻഡർ ഔട്ട് വന്നിട്ടുണ്ട്. ഇത്തിരി ടൈം എടുക്കും കേട്ടോ, കാത്തിക്കുക. ഓക്കെ, ഇതാണ് ആ വീഡിയോ, ജസ്റ്റ് പ്ലേ ചെയ്യാം. കണ്ടോ, അതുപോലെ ഞാൻ നേരത്തെ ഒരെണ്ണം റെൻഡർ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഇത് കണ്ടതാ, ആ പുല്ലിൻ്റെ ബാക്കിലൂടെ വരുന്ന ആ ഒരു എഫക്റ്റൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. നിഴലുണ്ടെങ്കിൽ നിഴൽ കുട്ടിയുടെ മേലെ ഉണ്ടാവും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ, ഇതൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഔട്ട് എടുക്കുന്നത്. ഇല്ലാത്തെങ്കിൽ നമുക്ക് വീഡിയോ ഔട്ട് എടുത്ത് ഇതിൻ്റെ റെൻഡറിങ് ഔട്ട് എടുത്ത് ഇതിലേക്ക് വീഡിയോ സോഫ്റ്റ്വെയറിൽ നിന്ന് ആഡ് ചെയ്തിട്ട് മാസ്ക് ഒക്കെ ആഡ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ കിട്ടുന്ന ഒരു എഫക്റ്റിൻ്റെ ഒരു പെർഫെക്ഷന് മറ്റേതിൽ കിട്ടില്ല. ഇതിപ്പോൾ കറക്റ്റ് കുറച്ചുകൂടെ നല്ല വൃത്തിയിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ റിയാലിറ്റി ഉണ്ടാവും. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതെന്താണെന്ന് കമൻറ്റ് ചെയ്യുക. പോരായ്മ ഉണ്ടെന്ന് പറയാതെ അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.